ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് ചീര, നമുക്ക് സോപ്പ് പൊടിയുണ്ട്, കളയുന്ന സോപ്പ് പൊടിയില്ലേ, ഈ സോപ്പ് പൊടീൻ്റെ അകത്ത് 2-3 ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൊട്ട പോലെ ആക്കി വെച്ചിട്ടുണ്ട്. സോപ്പ് പൊടീൻ്റെയാണ്. ഫീൽ ചെയ്യാൻ കുറച്ച് ചീര കണ്ട, ചീര തൈ നമ്മൾ അധികം പൈസ കൊടുത്ത് മേടിക്കാതെ ഉണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കളയുന്നുണ്ട്, വേസ്റ്റുകളൊന്നും കളയാതെ ഉണ്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പൈസ അധികം കൂടുതൽ ചിലവില്ലാതെ നമുക്ക് ആഹാര സാധനങ്ങൾ ഭംഗിയായി കിട്ടും. അതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അവിടെ ഞാനൊന്നും അധികം പുറത്തുനിന്ന് വാങ്ങാൻ നിന്നാൽ നമുക്ക് പൈസ ഒരുപാട് വേണം. ഇതാകുമ്പോൾ അങ്ങനെ വേണ്ട. ഇതിപ്പോൾ ഞാൻ ഈ വേറെ ഒന്നും ഇടുന്നില്ല. എന്താ വെച്ചാൽ ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഈ ചെറിയ ബാഗായതുകൊണ്ട് പിന്നെ ചപ്പൊന്നും പറിച്ച് കൊണ്ടുവന്നതുമില്ല. പക്ഷേങ്കിൽ അതിലൂടെ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പോട്ടിയും മിശ്രിതാണ് ഇടുന്നത്, നറുക്കുന്നത് കണ്ട. ഇതേപോലെ ഇത് കുറച്ച് നല്ല വളമാണ്, പൊടി വളമാണ്. ഇത് പോട്ടി മിശ്രിതാണ് നറുക്കുന്നത്. ഇതിലിപ്പോൾ ചീര നടാനാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ കണ്ട നോക്ക്, ഇതാണ് ചീര, ഇതിലാണ് നടുന്നത്. ഇത് ഞാൻ ഇതിൽ തന്നെ ഇടാം, വളവും കൂടി അത് കൂട്ടി ഇളക്കണം. ഇപ്പം ഇതിൽ ഇളക്കട്ടെ കണ്ടാ. ഞാൻ പോട്ടി മിശ്രി ഇന്നാൾ ഇട്ടിന്, ഇന്ന് പിന്നെ പോരാതെ ഞാൻ കുറച്ച് വളവും കൂടി അതിൻ്റെ പേരെ കൂട്ടി ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ബാഗിലേക്ക് വേണ്ടേ, പിന്നെ നമുക്ക് അങ്ങനെ അധികം കൊടുക്കാൻ കഴിയില്ല, ചെറുതായതുകൊണ്ട്, ചെറിയ പാത്രം ആയതുകൊണ്ട്. അതിനാണ് ഞാനിപ്പം ഇതിങ്ങനെ ഇടുന്നത്. കണ്ടില്ലേ, ചീര ബാഗ്, നല്ല ബാഗ്, നല്ല ഭംഗിയായ ബാഗ്. ഇഷ്ടംപോലെ വാരി ഇടാനും പറ്റും. നല്ല സുഖമായിട്ട് നമുക്ക് നല്ലൊരു ചീര. ഞാൻ ചീര മുമ്പ് നട്ടു, ഒരിക്കൽ നട്ടിട്ട് നന്നായിട്ടുണ്ട്. വലിയ ചീരയായിരുന്നു, വലിയ എത്ര ഉയരത്തിലുള്ള വിത്തായിട്ട് എടുക്കുമായിരുന്നു ഞാൻ. പച്ചച്ചീരി ചുവന്നതും രണ്ടും ഉണ്ടായിരുന്നു. രണ്ടിനും വലിയ പച്ച വിത്താക്കിയിട്ട് ഇടുമായിരുന്നു. കണ്ടില്ലേ, ഇതേപോലെ. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് നിറച്ച് വെച്ചു. ഇതിൻ്റെ അടി ഞാൻ ബാഗ് പോലെ തന്നെ ആക്കിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് കണ്ടില്ലേ, ഇതേപോലെ ആക്കിയിട്ടാണ് ഞാനിപ്പം നടുന്നത്. കണ്ടല്ലോ, ഇതിപ്പോൾ ഇതെല്ലാം എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് കളയും. നമുക്ക് ചെറിയ പൈസക്ക് പച്ചക്കറി വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. എല്ലാ കാര്യവും കളയാതെയാണ് നമ്മൾ ഇതന്നെ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യം ചെറിയ പൈസക്ക് ഇഷ്ടംപോലെ പച്ചക്കറി നമുക്ക് തിന്നാൻ കഴിയും. അല്ലെങ്കിൽ ഉണ്ടല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് മുടിയും. മാത്രമല്ല നല്ല രസമില്ല, സാധനങ്ങളും കിട്ടൂല. അങ്ങനെയാണ് നമ്മളിപ്പോൾ പച്ചക്കറി പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ട വെച്ചാൽ പരമാവധി നമ്മൾ ഓരോരാളെല്ലാം പറയുന്നുണ്ട്, ഞാൻ എൻ്റെത് കണ്ടിട്ട് ഇപ്പം കൃഷി ചെയ്ത് തുടങ്ങി എന്നിട്ട് പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കുറേ ആൾക്കാരെ സംശയങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അതിനെല്ലാം വളരെ വളരെ സന്തോഷമുണ്ട്. എനിക്ക് അത് അത്രയെങ്കിലും ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരുണ്ടായല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം. അതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു പൗപ്പത്തടം നട്ടിട്ട് എല്ലാവരും ഞാനും നട്ടിട്ടെന്ന് പറയാൻ എനിക്കൊരു സന്തോഷത്തിന് അടിയാക്കി തരുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ കൃഷികളെല്ലാം എൻ്റെ ജീവിതം വരെ മാത്രമായിട്ട് പോകാൻ പാടില്ല. എല്ലാവരും ഇതേപോലെ കൃഷികൾ ചെയ്ത്, എൻ്റെ കൃഷി രീതി ആരും ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുമ്പോഴത്തെ കൃഷി രീതി ആരും ചെയ്യുന്നില്ല, അത് ഞാൻ മാത്രമേ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളും അതുപോലെ ചെയ്തിട്ട് ഈ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ കൃഷി പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഈ കൃഷി രീതി നശിച്ചു പോവാതെ കണ്ട് ചെയ്യണം എന്ന് എനിക്ക് പറ്റും. മറ്റുള്ളവരതെല്ലാം നമ്മൾ സാധാരണ കൃഷി ചെയ്യുമ്പോൾ മാത്രമേ, എൻ്റെ അങ്ങനെയല്ല. എൻ്റെ കൃഷി രീതി എന്ന് വെച്ചാൽ എല്ലാം ഒരു പ്രത്യേക തരം കൃഷി രീതിയാണ് എല്ലാം. അതുകൊണ്ട് നിങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറയാം. ഞാനിപ്പോൾ ഇതിന് നട്ട്, ഇത് കണ്ട 3 എണ്ണത്തിൽ ഞാൻ നിറച്ചു. ഇനിയിപ്പോൾ ഇത് ഞാൻ നിറച്ചു, ഇത് നട്ട് കണ്ട. നമുക്ക് ഉണ്ടല്ലേ നല്ലൊരു ചീര. ഇനിയിപ്പം ചീരയാക്കാൻ നമുക്ക് പറ്റും കേട്ടോ. നല്ലോണം ഇനിയിപ്പോൾ ഇതിന് ചാണകമെല്ലാം കലക്കി കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ചീര, നല്ല ഇത് വെച്ചിട്ട് തടിച്ച് നല്ല പിന്നെ ചപ്പെല്ലാം അകലം വെച്ച്, നല്ല ചപ്പെല്ലാം അകലം വെച്ചിട്ട് നമ്മളിങ്ങനെ ഇത് നല്ലൊരു ഇതായിട്ട് വരും. ഇതേപോലെ നമ്മളിങ്ങനെ നട്ടിട്ട് തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യും. ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇത് എന്നൽ കൂടി മാത്രം
നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു പകുപ്പത്ത് ഉണ്ടെങ്കിലും ആക്കിയിട്ട് ഈ വിത്ത് വള നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളും നടുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ നട്ടു കൊടുക്കുക. ചീര നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോ. നല്ല രുചിയുള്ള സാധനമാണ്. ഒരാൾക്ക് വിഷവും ഇല്ല, ഒന്നുമില്ലാത്ത സാധനങ്ങളാണ്. നിങ്ങൾ ഇതുപോലെ ഈ കൃഷി രീതി ഒരുക്കി എന്നിൽ നിന്നും നശിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കൃഷി രീതി എപ്പോഴും കൊണ്ടുപോകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇത് ചെയ്യാം, എല്ലാവരും ചെയ്യുക. ഇത് നശിപ്പിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുണ്ട്, പ്രത്യേകിച്ചും പറയാനുണ്ട്. നമ്മളെല്ലാം പ്രായമായിട്ട് വരിക, ഇനിയിപ്പോൾ എത്ര കാലമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കൃഷി രീതി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയാണ് ഞാൻ യൂട്യൂബിലെത്തിയത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് പിന്നെ ഒരു സന്തോഷത്തിൽ, എന്നാൽ മറ്റുള്ളവരും ചെയ്യല്ലോ, ഞാൻ ചെയ്യുന്ന കൃഷി രീതി ഞാനുള്ളെന്നും ഇല്ലാത്ത സമയത്തും ഇത് മുന്നോട്ട് സന്തോഷത്തോടെ എനിക്ക് ഉണ്ടാവുമല്ലോ. ഞാൻ ചെയ്യുന്ന കൃഷി രീതികളാണെന്ന് മറ്റുള്ളവരും പറയാനൊരു ഇടയാവുമല്ലോ എൻ്റെ ജീവിതശേഷങ്ങളും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങൾ ചെയ്യും. ഞാനിതും കൂടി നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, മൂന്ന് ബാഗിലാണ് ഇപ്പം നടുന്നത്. എന്താ നമ്മൾ ഒരു പാക്കറ്റ് കുരുവുണ്ടായാലും നമുക്കിപ്പം ഒരു മാസം നമുക്ക് ആ കറി വെക്കാം. ഒരു 20 ഉറുപ്പ്യേൻ്റെ വിത്തുണ്ടായാൽ ഒറ്റ മാസം നമുക്ക് ചീര കറി വെക്കാൻ, ദിവസവും വെക്കാൻ കിട്ടും. എന്നുവെച്ചാൽ ദിവസവും നമ്മളൊരു 4 ബാഗ് നട്ടാൽ മതി, അത്രേ വേണ്ടൂ. ഒരു 10 തണ്ട് നട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇത് വളർന്ന് നല്ല ഉഷാറായി കഴിഞ്ഞാൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 10 തണ്ടേ നടണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു മാസത്തേക്ക് നമുക്ക് 20 ഉറുപ്പ്യേൻ്റെ ചീര ഉണ്ടായാൽ, 20 ഉറുപ്പ്യേൻ്റെ ചീര വിത്ത് ഉണ്ടായാൽ നമുക്ക് ഒരു മാസം 2 മാസത്തേക്ക് പിന്നെ കറി വെക്കാൻ എത്തും. എന്താന്നറിയണ്ടേ, അതിൻ്റെതായ ഒരു ഇതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത്. കണ്ടല്ലോ, ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇതുപോലെ നിങ്ങൾ നടുക, ഞാനും നട്ടു. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ ഇതുപോലെ എൻ്റെ കൃഷി രീതികളെല്ലാം പിന്തുടരുന്ന എനിക്ക് പറയാനില്ല. കണ്ടില്ലേ ഇത് കണ്ട, ഇത് കണ്ടല്ലോ, ഇത് കണ്ടില്ലേ, അതെ ഈ കൃഷിയായത്. ഇത് കണ്ട, ഈ കൃഷി കണ്ടോ നിങ്ങൾ, ഇത് കണ്ട, ഇതിപ്പോൾ കിളക്കാനായി. ഇതിൽ കിഴങ്ങ് ആയി വരുന്നുണ്ട്. നിങ്ങളിത് ഞാൻ കാണിക്കാൻ നോക്കല. കണ്ടോ, ഇതാ ബീറ്റ്റൂട്ട് കണ്ട, ഇതായി വരുന്നുണ്ട്. കണ്ട, ഇതാ കിഴങ്ങ് വന്നു തുടങ്ങി. അതേപോലെ നിങ്ങളെല്ലാം ഞാൻ കാണിക്കാം. അതിപ്പോൾ പരിക്കും, ഓരോന്ന് ഈ രണ്ടേ പരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. പയർ, ഇത് പയർ കണ്ടില്ലേ, പയറായി. ഇത് കണ്ട, നല്ല പയർ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ദിവസം പരിക്കുന്നുണ്ട്, എൻ്റെ ആവശ്യത്തിന് ദിവസവും പരിക്കുന്നുണ്ട്. കണ്ട ഇതേപോലെ പയർ ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ല, എല്ലാം ഒരുപോലെ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. കണ്ട ഇത് കണ്ട, പയറെല്ലാം ഇഷ്ടം